ഹായ്, നീറ്റ് 2024 സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റാങ്ക് അനാലിസിസ് ഒക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സോ ഈ റാങ്ക് അനാലിസിസിൻ്റെ ബേസിൽ നിങ്ങളുടെ സ്കോർസ് എങ്ങനെ വന്ന് വീഴുന്നു, ഈ കാര്യങ്ങളിലൊക്കെ ബേസിലാണ് നിങ്ങൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒരു റിപ്പീറ്റിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട സൈലത്തിൻ്റെ വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ബാച്ചസ് ആണ് ശരിക്കും ഫീനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഫീനിക്സ് ബാച്ച് എന്താണ്, അല്ലെങ്കിൽ ഫീനിക്സ് ബാച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. സോ സൈലത്തിൻ്റെ എൻ്റയർ ഹിസ്റ്ററി എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് വന്നിട്ടുള്ള വൺ ഓഫ് ദി ബാച്ചും കൂടെയാണ് ശരിക്കും ഫീനിക്സ് ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് സ്ട്രെസ് ഇല്ലാതെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബാച്ചിലൂടെ പഠിച്ചിറങ്ങുക എന്നുള്ളതാണ് ശരിക്കും ഫീനിക്സ് ബാച്ചിൻ്റെ ഉദ്ദേശവും. സോ ഈ ഫീനിക്സ് ബാച്ച് എന്ന് പറയുമ്പോൾ ഹും ഷുഡ് സെലക്ട്, ആരായിരിക്കും ശരിക്കും ഫീനിക്സ് ബാച്ചിൽ ചൂസ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായി കാണും അല്ലേ. അപ്പോൾ ശരിക്കും ഫീനിക്സ് ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ ബോട്ടണി, സുവോളജി, ഈ 4 സബ്ജക്ട്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും കൺസെപ്ഷ്യലായിട്ടും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂലുമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നീങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ മെയിൻലി ഇപ്പം നമ്മളിപ്പം ഒരു റിപ്പീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങളൊരു റിപ്പീറ്റിങ്ങിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് തന്നെ ആണെങ്കിലും നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസെപ്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഫ്ലോയിൽ എങ്ങനെ ചെയ്തു പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊരു ഒരു അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് കാര്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചോദ്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലേ. സോ അങ്ങനെ നിങ്ങൾ കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസിലേക്ക് എക്സ്പോസ്ഡ് ആയി നീറ്റ് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നതാണ് ശരിക്കും ഫീനിക്സ് ബാച്ചിൽ ചെയ്യുന്നത്. സോ ഈ ഫീനിക്സ് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് അപ്പോൾ നമുക്ക് പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് റിസൾട്ട്സ് നമുക്ക് MBBS സീറ്റുകൾ ഫീനിക്സ് ബാച്ചിലെ സ്റ്റുഡൻസ് ഗ്രാബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ റീസൺസ് ഇപ്പം അതിൽ മെയിൻലി പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ഓഫ് വ്യൂലും അല്ലെങ്കിൽ എക്സാം മീൻസ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പരീക്ഷകളെന്ന് പറയുന്നത് ഒന്ന് വീക്ക്ലി എക്സാമുകളാണ്. വീക്ക്ലി എക്സാമുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ചാപ്റ്റർ ബേസ്ഡ് എക്സാംസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു വീക്ക്ലി പഠിച്ച ടോപ്പിക്കിൻ്റെ ബേസിൽ പരീക്ഷ എഴുതിയതിന് ശേഷം ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ബേസിൽ നിങ്ങൾ ഒന്നും കൂടെ പരീക്ഷ എഴുതുക ചെയ്യാം. സോ അത് നമ്മളിപ്പോൾ എൻ്റയർലി DPPൻ്റെയൊക്കെ ബേസിൽ നിങ്ങൾ അതിൻ്റെ കൺസെപ്ഷൻ്റെ ബേസിലായിരിക്കും ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഗുണകരമാകുന്ന മറ്റൊരു വിഷയമാണ് ശരിക്കും നിങ്ങളുടെ NCERT ബേസ്. ദാറ്റ് ഈസ് നമ്മുടെ NCERTയിലെ പ്രോപ്പർ NCERTയിൽ എന്താണോ പറയുന്നത് അതിനെ ട്വിസ്റ്റ് ചെയ്യാതെ അതിൻ്റെ ബേസിൽ ഒരു ചാപ്റ്ററിനെ അനലൈസ് ചെയ്ത് ഒരു മോഡൽ ടെസ്റ്റ് നിങ്ങൾ എഴുതുന്നുണ്ട് ഫീനിക്സ് ബാച്ചിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഓഫ്ലൈൻ മോഡിൽ GIB എഴുതുക എന്നുള്ളത്. ആൻഡ് സിമിലർലി ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ആയ AITS നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. സോ ഒരു ചാപ്റ്ററിനെ ഇപ്പോൾ നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ 4 സബ്ജക്റ്റുകളെയും ഓരോ ചാപ്റ്ററിനെയും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം വീര ആയിക്കോട്ടെ ഫീനിക്സ് ആയിക്കോട്ടെ ഇൻഡെപ്ത് അനലൈസ് ചെയ്ത് തന്നെയാണ് പോവുക. എന്നാൽ ഫീനിക്സിലേക്ക് വരുമ്പം നിങ്ങളുടെ കൺസെപ്റ്റ് ബേസ്, അതായത് പക്ക ബേസ് ലെവലിനേക്കാളും കുറച്ചും കൂടി ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടുന്ന രീതിയിലായിരിക്കും ഫീനിക്സ് വരിക. അപ്പം ഈ ഫീനിക്സിലേക്ക് വരുമ്പം നിങ്ങളൊരു ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പം എന്താണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്കുള്ള എലിജിബിലിറ്റിക്ക് നോക്കുമ്പം നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് വീഡിയോസിൽ പോയിരുന്നു. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ബേസിൽ ഫീനിക്സ് ബാച്ചിൽ ഓഫ്ലൈൻ ഫീനിക്സ് ബാച്ചിലേക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ വെച്ചൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ അഡ്മിഷൻസ് നിങ്ങൾക്ക് ഫീനിക്സ് ബാച്ചിൽ ലഭിക്കുന്നതാണ്. സോ അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 6009100300 എന്നതാണ് നമ്പർ എന്ന് പറയുന്നത്. സോ ഈ വരുന്ന ജൂൺ 15 ഫീനിക്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ഉറപ്പുവരുത്തുക. സോ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ വരുന്ന നീറ്റ് 2025 പഠിച്ചെടുക്കാം. ഓൾ ദി ബെസ്റ്റ്, സീ യു ദേർ.